ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ചായയിൽ നിന്ന് തുടങ്ങാം. ചായയുടെ കൂടെ തന്നെ ഞാൻ അപ്പുറത്ത് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ രാവിലെ നമ്മൾ ഫസ്റ്റ് തിങ് ചായയാണല്ലോ. അപ്പോൾ ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ബൂസ്റ്റ് ടീ കുടിക്കാമെന്ന്. സാധാരണ എപ്പോഴും ബൂസ്റ്റ് ഉള്ളപ്പോൾ നമ്മൾ ബൂസ്റ്റ് ഇട്ട് ചായയാണ് കുടിക്കാറ്. കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടമല്ല. അവർക്ക് അങ്ങനെ ചിലപ്പോൾ വേണം എന്ന് തോന്നുമെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ കൊടുക്കാറ്. ഈ ചായ ചോദിക്കുവാണെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ പാലായിട്ടാണ് കൊടുക്കാറ്. ഇപ്പോൾ നേരത്തെയൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷേ എനിക്കിപ്പം മനസ്സിലായി ചായ അങ്ങനെ കുട്ടികൾക്ക് അധികം കൊടുക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പം ഞാനങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ പാലായിട്ട് തന്നെ കൊടുക്കും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ചായ ചോദിക്കും. ഇപ്പോൾ രാവിലെ ഇളം വെയിലൊക്കെ അടിച്ച് വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ബാൽക്കണിയിലൊക്കെ വന്നിരുന്ന് അവിടെ ഇരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ പൊതുവേ ഒരു തണുത്ത കാലാവസ്ഥയാണ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് വെയിലുണ്ടെങ്കിലും നമുക്ക് തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഗലേറിയ എന്ന് പറഞ്ഞൊരു മോളിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം നല്ലൊരു മോളാണ് നമ്മുടെ തൊട്ടടുത്ത് ഉള്ളതിൽ. അപ്പോൾ അവിടെ കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും അവർക്ക് വേണ്ടുന്ന സാധനങ്ങളാണെങ്കിലും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു മോളാണ് കേട്ടോ. പ്ലേ ഏരിയ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു മോളാണ്. അപ്പോൾ കുറേ ഷോപ്സുകളുണ്ട് അവിടെ. ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, അല്ലാതെ ക്ലോത്ത്സിൻ്റെ ഷോപ്സ് ഉണ്ട്, വലിയവരുടെ അല്ലാതെ നമ്മുടെ കുർത്തീസ് അങ്ങനെ പോലുള്ള സെക്ഷൻ്റെ അത് മാത്രമുള്ള ഷോപ്സുകളുണ്ട്. പിന്നെ കാർഫോർ ഉണ്ട്. പിന്നെ കുറേ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ഒക്കെ. അങ്ങനെ ഒരുപാട് ഷോപ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു മോളാണ് ഗലേറിയ മോൾ എന്ന് പറയുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണത്. നമുക്കധികം ദൂരമില്ല അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ വന്ന നമ്മൾ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഋഷിക്കാണെന്നുണ്ടെങ്കിൽ യൂണിഫോം എടുത്ത സമയത്ത് നമുക്ക് സ്വിം വെയർ കൂടെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മളത് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ അത് നോക്കാനാണ് വീണ്ടും വന്നത് ഇവിടെ. അപ്പോൾ അവന് സ്കൂളിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൂടെ എടുക്കാനായിട്ട് നമ്മൾ വീണ്ടും വന്നതാണ്. അപ്പോൾ ആനിമേറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് യൂണിഫോമിൻ്റെ പല സ്കൂൾസിലെ യൂണിഫോം ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ മോൻ പഠിക്കുന്ന സ്കൂളിലെയും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് അതിനായിട്ടാണ് മെയിനായിട്ട് വന്നത്. പിന്നെ കുറച്ച് വീട്ടിലേക്കുള്ള പർച്ചേസും കാര്യങ്ങളുമൊക്കെ അത് മന്ത്ലി എല്ലാ മാസവും ഒരു തവണ നമ്മൾ ചെയ്യാറുണ്ട്. ഒരു ബിഗ് ഷോപ്പിംഗ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ കുറേ കുർത്തീസ്, പല മോഡൽസ് ഉള്ള കുർത്തീസിൻ്റെയൊക്കെ ഒരു ഷോപ്പുണ്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഫസ്റ്റ് കയറിയത് ആനിമേറ്റിലോട്ടാണ്. അവിടുന്ന് യൂണിഫോമൊക്കെ വാങ്ങിച്ച് ജസ്റ്റ് രണ്ട് പെയർ സോക്സ് കൂടെ വാങ്ങിക്കണമായിരുന്നു. 2 പെയർ സോക്സും പിന്നെ ബോയ്സ് ആയതുകൊണ്ട് സ്വിം വെയർ ജസ്റ്റ് ബൈക്കർ ഷോർട്സ് മാത്രമേ വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പം നമ്മൾ അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പം കുറച്ച് സമയം അതൊക്കെ ഒന്ന് ഇട്ടൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതും കൈ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പം നമ്മുടെ മെയിൻ കാര്യങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കൊന്ന് കറങ്ങി അടിച്ചൊക്കെ നടക്കാം കുറച്ചൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് കുട്ടികൾക്ക് ചെറിയ വീട്ടിലിടുന്ന എന്തെങ്കിലുമൊക്കെ നോക്കാം. അവിടെ സെയിലും കാര്യങ്ങളൊക്കെ LC വൈക്കിയിൽ നടക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ടാണ് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളൊന്ന് കയറി. ഒരുപാട് എന്തോ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മൾ 2-3 ടോപ്പും 2 ചെറിയ ബോട്ടംസൊക്കെ എടുത്തു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പ്രൈസേ അല്ല. നാട്ടിലെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാനേ തോന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിനി കാരിഫോറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ബോബ കഫറ്റേരിയ എന്ന് പറഞ്ഞിട്ട് ആ കഫറ്റേരിയയിൽ നല്ല ബബിൾ ടീ കിട്ടും. അപ്പോൾ അവിടുന്ന് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നില്ല, നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ലതാണ് അവിടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കാനില്ലായിരുന്നു വ്ളോഗ്. പിന്നെ നമ്മൾ വൈകിട്ടൊന്ന് നടക്കാനായിട്ട് ഇറങ്ങി. പുറത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ നടക്കാൻ ഇറങ്ങി. വൈകിട്ടത്തെ ഒരു സായാഹ്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വ്ളോഗ്. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു കോളേജ് ആണത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും